തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് പ്രജോദ് ചേട്ടാ. സ്വാഗതം, സുസ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ബീച്ചേട്ടനുണ്ട്, സുധീഷ് പുനലൂരുണ്ട്, കൂടെ ദീപ്തി. ഞാൻ വരുന്നില്ല. അയ്യോ, എന്റെ കൈ പറിച്ചെടുത്തേ, എന്റെ കൈ പറിച്ചെടുത്തേ. എവിടെ എന്റെ കൈ? എനിക്കെന്തിനു 3 കൈ? അയ്യോ, ഇവിടെ കേറ്റടാ അതിനകത്തോടെ. നീ എന്തോന്ന് കാണിക്കുന്നത്? ഇതെന്തോന്ന്? വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് എന്നെ എന്തിനിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഈ വീട് ഏതാണെന്ന് മനസ്സിലായോ നിനക്ക്? നോക്കട്ടെ. ദൈവമേ, എവളുടെ വീടാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വരത്തില്ല, ഞാൻ പോണ്. ഇവളെ വീടിന് എന്തോന്ന് കുഴപ്പമാടാ? ഈ നാട്ടിലുള്ള സകലമാന ആൾക്കാർക്കും അറിയാം ഞാനും അവളും തമ്മിൽ ഭയങ്കര പ്രണയമായിരുന്നു. അവസാനം അവള് ചതിച്ചിട്ട് പോയി. ഇപ്പൊ ഞാൻ ഒറ്റ തടിയായിട്ട് നിൽക്കും. എന്റെ ലൈഫ് പോയി. എടാ, ലൈഫ് പോയില്ലടാ. നിനക്ക് പോയ ലൈഫ് തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചോ സുഗുണ? എന്തോ എടാ, അവളെ ഭർത്താവ് തട്ടിപ്പോയി. അവളെ ഭർത്താവ് തട്ടിപ്പോയെന്ന്. അവളെ ഭർത്താവ് തട്ടിപ്പോയി. എടാ, ഇതൊരു മരണ വീടാണ്. നീ വിചാരിച്ച ക്ലബ് എന്ന് വിചാരിച്ച? അപ്പൊ മരിച്ചെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പ്? എന്ത് ഉറപ്പ്? ഇവ നേരെ ആന്ധ്രയിൽ തടി വെട്ടാൻ അങ്ങ് പോയല്ല. തടി വെട്ടാൻ പോയിട്ട്? തടി വെട്ടാൻ പോയിട്ട് അങ്ങ് പോയല്ല ഇവ നാട് വിട്ട്. അവിടെ ചെന്നിട്ട് അവൻ 3 ഒരു മെസ്സേജ് എനിക്ക്. എന്ത് മെസ്സേജ്? മെമ്പറെ അത്യാവശ്യമാണ്, ഒരു 10-30 രൂപ ഉണ്ടാന്ന്. അപ്പൊ മെമ്പർ കൊടുത്താ? ഞാൻ എങ്ങനെ കൊടുക്കും? ഇടാ, ഇതൊക്കെ പൈസ വാങ്ങിച്ചാ തിരിച്ചു കയറുന്ന ടീമുകളൊന്നും അല്ല. 5 പൈസ തരാത്ത കൂറ ടീമുകൾ. 10,000 നീ തരാണ്ട് കേട്ടോ. അതാണ് മാറ്റർ. 30,000 മാറ്റർ പറ. 30,000 മാറ്റർ. എടാ, ഞാൻ എന്നിട്ട് ഞാൻ തിരിച്ചു ഒരു മെസ്സേജ് അയച്ചു. ശകലം ടൈറ്റ് ആണ്, പൈസ ഇല്ല സഹോദരാന്ന്. ഉടനെ ഒരു മെസ്സേജ് തിരിച്ചയച്ചറാ. എന്തുവാ? മെമ്പറെ, ഞാൻ ചോദിച്ച 30,000 മെമ്പർ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി മരിക്കും. ദൈവം തമ്പുരാനെ, എന്തിനു മരിച്ചാ? എന്റെ അമ്മ സത്യമായിട്ട് ഞാൻ മെനഞ്ഞാന്ന് തൊട്ട് അവനെ കിടന്ന് വിളിക്കുന്നത്. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ്. എന്നിട്ട് അവസാനം ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആന്ധ്രയിലുള്ള നായുടെ മോനെ വിളിച്ച്. എന്തൊരു മോനെ? നായിഡുവിന്റെ മോനെ. അവിടുത്തെ വാർഡ് മെമ്പറാണ്. അവനെ വിളിച്ചപ്പോ അവൻ പറയാണ്, ട്രെയിൻ ഇടിച്ചില്ല, അവൻ ചത്തുപോയെന്ന്. വിക്രമേ, ചാവണം. ദൈവം എന്റെ കൂടെ. അവൾ എന്നെ ചതിച്ചിട്ടില്ല. അവൻ അങ്ങനെ തന്നെ വേണം. നിങ്ങൾക്കറിയോ പണ്ട് എവള് കാണിച്ച അക്രമം? എന്തോന്ന്? പണ്ട് ഞാൻ പ്രേമിച്ച സമയത്ത് എവള് പറഞ്ഞ് വീട്ടിൽ വാ, രാത്രിക്ക് ചായമാനം ഞാൻ ഇറങ്ങി വരാന്ന്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പേടിയായോണ്ട് ഈ വിക്രമനെയും കൊണ്ട് കൂട്ടിന് അവിടെ ചെന്ന്. ചെന്നപ്പോ തന്നെ എവിടെ തള്ള അടുക്കള വഴി കുറച്ച് മീൻ കഴിയ വെള്ളം എടുത്ത് ഒറ്റ എന്റെ തല വഴിയെ. എന്നിട്ട് മീൻ കഴിയ വെള്ളം കണ്ടാ പൂച്ച വിടുവോ? കണ്ണ പൂച്ച എന്റെ പിറകെ ഓടോ ഓട്ടം. എന്നിട്ട് എവളാ വിക്രമനെയും കൊണ്ട് ഓടിയത്. അപ്പൊ വിക്രമ അവളെയും കൊണ്ട് ഓടി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് ഓടി. ഇവളെ അച്ഛനൊന്നും കണ്ടില്ലേടേ? അയ്യാക്ക് കണ്ണും പുല്ലൊന്നും കാണത്തില്ല. കിടക്കുമ്പോ തന്നെ പവർ ഗ്ലാസും വെച്ചോണ്ടാ കിടക്കുന്നേ. ആരെങ്കിലും ഉറങ്ങുമ്പോ പവർ ഗ്ലാസ് വെച്ചോണ്ട് കിടന്നുറങ്ങും. രാത്രി കാണുന്ന സ്വപ്നം ക്ലാരിറ്റി ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞാണ് പവർ ഗ്ലാസും വെച്ച് കിടക്കണത്. അന്ന് തുടങ്ങിയാണ് എനിക്ക് ഈ കുടുംബത്തോടുള്ള വൈരാഗ്യം. എനിക്ക് ഈ കാര്യം അവിടുത്തെ ചെന്നിട്ട് പറയാം. നിന്റെ കെട്ടിയോ മരിച്ചത് എനിക്ക് പറയണം. 2 ഡെഡ് ബോഡി വരൂലേ ഇവിടെ? എന്താ ചെന്ന് പറഞ്ഞ അപ്പഴ അറ്റാക്കിൽ അവള് ചത്തു കഴിഞ്ഞാ പറയണ്ടേ? ഇത് അത് പറയണം. അവൾ അറിഞ്ഞില്ലേ? പഞ്ചത്തിലൊക്കെ പറയണം. ബന്ധുക്കൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ബന്ധുക്കളെ എല്ലാരും ഞാൻ വിളിച്ചിട്ടുണ്ട്. വയനാട് നിന്ന് കട്ടപ്പനയിൽ 2 വണ്ടി നിറയാണ് ടീം ഇവിടെ വരാൻ പോണത്. കുഴിയെടുക്കാൻ ആൾക്കാരെ നിർത്തി അങ്ങോട്ട് കണ്ട സൈഡിൽ എടുത്തോണ്ടിരിക്കുന്ന കണ്ട. ടാർപ്പ കെട്ടിയിട്ടുള്ള ഏർപ്പാടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അവളെ വിളിക്കാം. നീ വേണം അവളെടുത്ത് തഞ്ചത്തിൽ പറയാൻ. ദൈവമേ, എന്റെ സൈഡ്. നീ എന്തിനാ കാണിക്കാൻ പോണത്? വിളിക്കണ്ട അവളെ. ഇങ്ങോട്ട് വാ. ഞാനേ അവള് വരുമ്പോ ഒരു സൈഡിലോട്ട് ശകലം ഒതുങ്ങി ഗ്യാപ്പ് ഇട്ട് നിൽക്കാം. എന്തിനാ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അവക്ക്. പരീക്ഷ കഴിഞ്ഞാൽ സർപ്രൈസ്. മരിപ്പ് പറയാൻ വന്നതാണോ? മരിപ്പ് പറയാൻ വന്നത്. ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേട്ടോളണം. മരണമാണ് പറയാൻ പോണത്. അതിന്റെ ഒരു കാര്യ ഗൗരവമൊക്കെ വേണേ. ഓക്കെ. പിള്ളേര് കളി ആക്കി കളയില്ല കേട്ടാ. ഓക്കെ. വിളി 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 വിളി. ജാനകി, നീയും കാർത്തികേയനും. അയ്യോ, സിദ്ദിഖ് സാറ് വന്ന് മരണത്തിന്. ഞാൻ വിളിച്ചില്ല. അമ്മയുടെ സിദ്ദിഖ് സാറിന് വിളിച്ചില്ല. സിദ്ദിഖ് സാറ് വന്ന് മരണത്തിന്. ജാനകി, നീയും കാർത്തികേയനും. അതാണോ? എവിടുന്ന് വന്നത്? എന്റെ വായിന്ന് വന്നതാ. ഞാൻ ഗൗരവത്തിൽ പറയാൻ പറഞ്ഞു. നിന്റെ ശരീരത്തിന് പറ്റിയ സൗണ്ട് പറയടാ. അങ്ങനെ പറഞ്ഞ ജാനകി. അത് മതി, അത് മതി. ജാനകിയെ. പിന്നല്ലാതെ ആണ്ട വലിച്ച് അവക്ക് കണ്ണും കണ്ടോടാ. ഞാൻ പഞ്ചായത്തിൽ പോയി. അങ്ങനെ പറയണത് ഓർമ്മയുണ്ടാ? വെള്ളത്തിന്റെ നാട്ടം ഇപ്പോഴും ഉണ്ട് തലയില്. അല്ലടാ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടാ? ഞാനോർത്ത് നീ പണ്ടേ ചത്തെന്ന്.
കണ്ട അവിടെ അഹങ്കാരം കണ്ട അവിടെ കെട്ടിയവനെ ചത്തെന്ന് പറയട്ടെ. അങ്ങനെ പറയുന്നത് പഞ്ചത്തിൽ കഷ്ടം കെട്ടായിട്ട് പറയണം. എന്നാലും എന്റെ മെമ്പറെ ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ഇരിക്കണായിരുന്നു. എന്തിന്? ഞാൻ നിങ്ങളൊരു സംഭവം പറഞ്ഞിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് തന്നിട്ട്. അയ്യോ, എന്തോ സംഭവം? ഞാനറിയാതെ എന്തോ സംഭവം? എന്റെ 2 പിള്ളേരാണ്, എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ എന്തോ സംഭവം? ദേ ഇവിടെ ഒരു മഴക്കുഴി വെട്ടി തരാൻ പറഞ്ഞിട്ട് ഇയാള് കുഴി വെട്ടി തന്നില്ലല്ലോ. കുഴിയുടെ കേസാണ്. കുഴിയുടെ കാര്യം ക്ലിയർ ചെയ്യാനല്ലേ ഞങ്ങൾ വന്നത്. 1 അല്ല 2 കുഴി വെട്ടും ഇവിടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ടാർപ്പ് വലിച്ചു കെട്ടാൻ വലിയ സൗകര്യം ഉണ്ടോ? ടാർപ്പ് എന്താ ഞങ്ങളുടെ വീട്ടിലോട്ട് പുതിയ കാറ് വല്ലോ ഉമ്മനുണ്ടാ? ആന്ധ്രയിൽ ഒരു സാധനം വരുന്നുണ്ട്. അന്ന് കിടന്ന് കുറെ കാറും എനിക്കറിയാം. എന്താണ് സംഭവം? സംഭവം കുറെ സർപ്രൈസാ. പുതിയ പറയാൻ പറ്റൂ. ചിരിച്ചൂപ്പാട് വരും. ഭയങ്കര സർപ്രൈസ് ആണ്. പിന്നെ നിന്റെ വിക്രമൻ ചേട്ടൻ ഇവിടുന്ന് എപ്പോഴാണ് പോയത്? ചേട്ടൻ ആന്ധ്രയിൽ പോയാലോ ഇന്നലെ തന്നെ? ഫിക്സ് ചെയ്ത് ആന്ധ്രയിൽ അയാള് തന്നെ, ഡെഡ് ബോഡി അയാള് തന്നെ. Fix ചെയ്ത്. പിന്നെ വിക്രമൻ പോയപ്പോഴേ മുഖത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു? പിന്നെ ഒരു കുട്ടി കുറവ് ഇട്ടുണ്ടാ പോയത്. പൗഡർ ഇട്ടേക്കണെന്നറ. അത് പിന്നെ സൗകര്യമായില്ലേ, കൊണ്ടുവന്ന കെട്ടിയ പോരെ. പൗഡർ ഓൾറെഡി ഉണ്ടല്ലോ. 150 അവിടെ ലാഭം കിട്ടും. അതല്ല ഞാൻ ചോദിക്കട്ടെ, അതായത് പോയപ്പോ വിക്രമ എന്തേലും പറഞ്ഞായിരുന്നോ? 5-6 തെറിയും പറഞ്ഞ് 3-4 അടിയും കൊണ്ട്. വിക്രമൻ നിന്നെ തല്ലുവോ? ഞാൻ 5-6 തെറി നല്ലോണം അങ്ങോട്ട് പറഞ്ഞ് നല്ല കീറും വെച്ചു കൊടുത്തു. പിന്നെ എന്നൊന്നും ഈ പെരയുടെ തെറി ഇങ്ങനെ ഇരുന്നാ മതിയാ. ഞാൻ പണിക്ക് പോയിട്ട് അയാൾക്ക് ചെലവിന് കൊടുക്കണം. അത് നടക്കണ കേസ് കേട്ടൊന്നുമല്ല. ദൈവമേ, ഇതൊക്കെ എനിക്ക് കിട്ടേണ്ട സാധനമാണ്. വിക്രമന് കിട്ടി. രക്ഷപ്പെട്ട് ഈ കടം കയറിയാണല്ലോ, അപ്പൊ അവന്റെ മുഖത്ത് വിഷമം അറിയാം. കടം കയറിയ ചത്തൻ. അതായത് വിക്രമൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോയപ്പോ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. ഇവിടം വരെ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കിട്ട് അങ്ങോട്ട് ഒരു അത് മതി. അവന്റെ വിഷമം ഇടിയും കൊണ്ടല്ലേ പോയത്. അതിൽ പിടിച്ചു കയറി. എന്താന്ന് കാര്യം? ചൂപ്പാട് വരും. നമ്മളെ ഇരിപ്പുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ചേട്ടനാണെന്ന് സങ്കല്പിക്കാം. ഇതൊന്നും വേണ്ട, ശരി. സങ്കല്പത്തിലുള്ള ഭർത്താവ്. സങ്കല്പത്തിലുള്ള, അല്ലാതെ എനിക്ക് വേണ്ടല്ലോ. ആർക്കാണ് നിന്നെ? അതായത് നിന്റെ കെട്ടിയോ നിന്റെ കുറെ തല്ലും മേടിച്ചോണ്ട് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പോവാണ് രാവിലെ പണിക്ക്. ഇങ്ങനെ എവിടെ ചെന്നപ്പോഴാണ് തിരിഞ്ഞെന്ന് പറയണേ? എക്സ്പ്രഷൻ എവിടെ ചെന്നപ്പോഴാണ് തിരിഞ്ഞത്? ഇവിടെ തിരിഞ്ഞിട്ട് തിരി. ഇത് ഞാനല്ല, ഇത് ഈ രൂപ ഞാൻ വിക്രമനാണ് അകത്തിന്റെ. കെട്ടിയോ മരിച്ചെന്ന് ഒറ്റയടിക്ക് പറയട്ടെ. അതായത് വിക്രമന് എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ ചേട്ടന് 3-4 ലോൺ അടക്കാനുണ്ട്, അതുകൊണ്ടല്ലേ പണിക്ക് പറഞ്ഞു വിട്ടത്. അതല്ല, അടയാളങ്ങൾ എന്തെങ്കിലും പാടോ അങ്ങനെ എന്തെങ്കിലും ചേട്ടന്റെ തലയിൽ ഒരു കറുത്ത മറുകുണ്ട്. അത് പിന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ ഈ മുടിയുടെ നീ കറുത്ത പാട്. ചേട്ടൻ ഹാഫ് കഷണ്ടി. ഹാഫ് ബീഫ് ഫ്രൈ എന്ന് പറയുന്ന പോലെ പറഞ്ഞിട്ട് ഹാഫ് കഷണ്ടി എന്ന്. അതല്ല, വേറെ എന്തെങ്കിലും അടയാളം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ. വേറെ ചേട്ടന്റെ കഴുത്തിലൊരു മറുകുണ്ട്, ഇവിടെ ഒരു മറുകുണ്ട്, പിന്നെ ഇവിടെ ഒരു മറുകുണ്ട്. എനിക്കല്ല, ചേട്ടന് മറുകുണ്ട്. എന്താണ് ചിരിച്ചൂപ്പാട്? കാര്യം പറയാം, നിങ്ങൾ സർപ്രൈസ് കളിക്കല്ലേട്ടാ. ഒരു ഫോട്ടോ തരുമോ? എന്തിനാണ് ഫോട്ടോ? ചേട്ടന്റെ ഫോട്ടോ വേണം. എന്തിനാടാ? കാരണം നാട്ടിൽ SSLCക്ക് ജയിക്കുന്ന പിള്ളേർക്ക് ഫ്ലെക്സ്, അവാർഡ് മേടിക്കുന്ന പിള്ളേർക്ക് ഫ്ലെക്സ്. എനിക്ക് വയ്യ, ചേട്ടന്റെ ഫ്ലെക്സ് ചിരിക്കാണ്ട് ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ഇല്ല. ഫോട്ടോ ഇല്ല, മാറിങ്ങോട്ട്. ഫോട്ടോ ഇല്ലാണ്ട് ഞാനിപ്പോ ഫോട്ടോ ഇല്ലാതെ ഫോണിലും വല്ല വീഡിയോ ഉണ്ടെങ്കിൽ വിക്രമിന് നിങ്ങളൊക്കെ ബർത്ത്ഡേയുടെ വല്ല വീഡിയോ കാണത്തില്ലേ? ആ വീഡിയോ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ വീഡിയോ വല്ലതും ഉണ്ടോന്ന്. അതൊന്നുമില്ല. ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി അത് മതി. ഫോട്ടോ സ്റ്റാറ്റ് 6 മണി വരെ വെയിറ്റ് ചെയ്യൂ. കൊച്ചു ട്യൂഷൻ കഴിഞ്ഞ എല്ലാരും പറയാം അവൻ അച്ഛന്റെ തന്നെ ഫോട്ടോ കോപ്പിയാന്ന്. നടക്കൂല, പറയട്ടാ. ചിരിച്ചൂപ്പാട് വരും. സംഭവം അറിയാമെങ്കിൽ ജാനകി, ജീവിതം എന്നൊക്കെ പറയുമ്പോ നമ്മൾ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോ വിഷമം വരും, ചിലപ്പോ സന്തോഷം വരും, ചിലപ്പോ നമ്മൾ ചിരിക്കും, ചിലപ്പോ കരയും. ഉദാഹരണത്തിന് മറ്റേ രമണി ചേച്ചി കഴിഞ്ഞ മാസം അവള് കുളത്തിൽ വന്നൊന്ന് മുങ്ങി, പിന്നെ പൊങ്ങിയില്ല. ഇല്ലേ തെങ്ങേറാമോളെ രഘുചേട്ടനെ കൂടി പോയി കളഞ്ഞ് മാർക്കറ്റിലിട്ട് പിടിച്ചറിഞ്ഞില്ലല്ലേ? എന്താടാ പറഞ്ഞു? സമയമാണ്. തെങ്ങ് കയറാൻ പോണ സുരേന്ദ്രണ്ണൻ താഴെ പശുവിന് പുല്ലിറക്കാൻ വേണ്ടി കുത്തിയിരുന്നു. കാലിലൊരു പാമ്പ് ഒന്ന് കൊത്തി ചത്ത. സുരേന്ദ്രണ്ണന്റെ ഭാര്യ കരഞ്ഞ ചങ്കുറപ്പോടുകൂടി ജംഗ്ഷനിലൂടെ നടക്കണ കണ്ടത്. ചെത്തുകാരനെ കൂടി പോയി, അത് പറഞ്ഞില്ലല്ലേ? ഇവളെന്താ ഈ പറഞ്ഞോണ്ട് വരണത്? ഒന്ന് പറയാ. നിന്റെ കെട്ടിയവൻ ഇപ്പൊ ആന്ധ്രയിൽ പോയാ? അവിടെ ചെന്ന് തടിപ്പണിക്കാണ് പോയേ. ചെറുതായിട്ടൊന്നും മരിച്ചു, അത്രേ ഉള്ളൂ.
വെട്ടാ 2 കുഴി. 2 കുഴിയോ? ഇവളെ കൂടെ ചേർത്ത് വെട്ട്. അയ്യോ, അയ്യോ, എന്റെ വിക്രം ചേട്ടനെന്താ? എന്റെ വിക്രം ചേട്ടനെന്താ? എന്റെ വിക്രം ചേട്ടൻ. പിന്നെ നിന്റെ വിക്രം ചേട്ടൻ എന്റെ പോക്കറ്റിലല്ലേ എടുത്ത് പറ. അയ്യോ വിക്രം ചേട്ടൻ. അയ്യോ, അയ്യോ, അയ്യോ. മെമ്പറേ, ഞാൻ പോയിട്ട് വരാം. ഈ ഓട്ടം കണ്ടിട്ട് ഇത് ആന്ധ്രയിൽ പോയി നിൽക്കുന്ന വണ്ടിയാണെന്ന് ഞാൻ തോന്നുന്നു. എന്തിനു കേട്ട്? ഞാൻ എന്തോന്ന് കേട്ട്? നിങ്ങളെ ടാർപ്പ MLA ബാക്കിയുള്ള കാര്യങ്ങൾ വിളിക്കും. ഞാൻ അങ്ങോട്ട് പോവാം. ഹാൻഡിൽ അയ്യോ, അയ്യോ, അയ്യോ. പോയില്ല, വഴിയറിയാൻ പാടില്ല. വഴിയറിയാൻ പാടില്ലേ? എവിടെ? അയ്യോ. അല്ല, എല്ലാരും വരൂലേ? ഉടുപ്പ് മാറണം. ഈ പെണ്ണും പിള്ള ഇത് എവിടെ ഓടണത്? നിന്റെ അടുത്ത് നിൽക്കാൻ പറയടാ, പുല്ലിന്റെ അടുത്ത്. എനിക്ക് വയ്യ. ഞാൻ പറയണ കേക്ക്. അയ്യോ അവിടെ അവിടെ. അവളെ പറടാ. ഞാൻ നിക്കണ്. നമ്മളെ റൂട്ടിൽ ഓടാൻ പറയടാ. അയ്യോ. സത്യം പറഞ്ഞ നീ ഓടിയില്ലയോ? അപ്പൊ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ നീ തളർന്നു കിടക്കൂന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഇച്ചിരി സമാധാനമായി. പരീക്കുട്ടിയും കറുത്തമ്മയും ശ്രദ്ധിക്കോ? ഒരു പഴനി ഇവിടെ പഴം പുഴുങ്ങി കണക്ക് നിൽക്കുന്നു. ആ അവസരം എനിക്ക് കൂടെ തടസ്സം. അവസരമില്ല, പഴനി അവിടെ പോയി പഴം പിടിക്കാൻ മതി. കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കുന്നത്. അതെ, ഇപ്പൊ ശകലം വിഷമം തോന്നുമെങ്കിലും പിന്നീട് സുഖമുള്ളൊരു കാര്യം പറയട്ടെ. അതായത് ആന്ധ്രാപ്രദേശിൽ വെച്ചാണല്ലോ ഇത് സംഭവിച്ചത്. എന്തരടാ ഇത്? ബോഡിയും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോ ആന്ധ്ര സർക്കാരിന്റെ ഒരു 2-3 നമ്മൾ ഇങ്ങോട്ട് മേടിക്കും പൈസ. അവിടുന്ന് കർണാടക ബോർഡറിലോട്ട് കയറ്റി വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറക്കും. അവരും തരും 2 ലക്ഷം. പിന്നെ നേരെ തമിഴ്നാട് സർക്കാർ അവര് കൈ നോക്കിയിരിക്കുവോ, അവരും തരും 2-3 ലക്ഷം. പിന്നെ കേരള സർക്കാരിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, അവര് തരും. പിന്നെ പഞ്ചായത്തിൽ ഞാനും തരും. കറക്റ്റ് ഒരു 10-16 ലക്ഷം രൂപ ഞാൻ തരും. 4 ലക്ഷം രൂപ. നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടോ മെമ്പർ? എന്റെ കെട്ടിയുള്ള നാട് നീളെ കർണാടകയിലും ബാംഗ്ലൂരും അവിടെ ഇവിടെ കൊണ്ടുവരുന്നത് പിച്ചിച്ചീന്തി വില വെച്ചാൽ നിങ്ങൾക്ക് നാണമുണ്ട്? നിങ്ങൾ മനസ്സാക്ഷി ഉണ്ടോ നിങ്ങൾക്ക്? വാ വിട്ട് പറഞ്ഞു ഞാൻ. അതെ, എല്ലാം കൂടെ റൗണ്ടാക്കി 20 തരാൻ പറ്റുമോ? എടാ, ഇത് മനുഷ്യത്തെയാണോ ഇത്? എത്ര? 20 ലക്ഷം. ഇവളാണോ നീ കെട്ടാൻ പോണത്? 20 ലക്ഷം രൂപ കിട്ടുമോ? 20 ലക്ഷം കിട്ടുവാണെങ്കിൽ 20 ലക്ഷം രൂപ കിട്ടും. 10 ലക്ഷം രൂപ എനിക്ക് തരണം കേട്ടോ. എന്തിന്? നിനക്ക് എന്തിനാ കാശ്? എന്നാ നീ പോടാ. ഈ വിക്രം പണ്ട് എന്റെ ഒരു 10 ലക്ഷം രൂപ മേടിച്ചു. എന്റെ ദൈവമേ, വെറുതെ പറഞ്ഞ കള്ളത്തരം പറയാ. സത്യമായിട്ട് വിക്രമനാണെങ്കിൽ അച്ഛൻ എന്തോ കിഡ്നി മേടിക്കണമെന്ന് പറഞ്ഞ് പണ്ട് എന്റെ ഒരു 10 ലക്ഷം രൂപ മേടിച്ച്. പത്തിന്റെ പൈസ ഞാൻ തരില്ല, പോടാ. ഞാൻ മേടിക്കും. ചുമ്മാ ഒരു 10 ലക്ഷം കിട്ടിയാൽ സഹിക്കുമോ എനിക്ക്? നിങ്ങൾ ഇവിടെ കിടന്ന് ചന്തപ്പണി കാണിക്കല്ലേ. ഈ മരണത്തിന് ആരെയൊക്കെ അറിയാം ഞാൻ വിളിച്ചേക്കണത്. MP വരും, MLA വരും, വാർഡ് മൊത്തം ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, ഡീസന്റ് ആയിരിക്കണം. ഞങ്ങൾ ഡീസന്റ് ആയിരിക്കും. ആ. അയ്യോ, വിക്രമൻ ചേട്ടന്റെ ഫോണ് ആര് വിളിക്കണം? അതവിടെ ഡെഡ് ബോഡിയുടെ അടുത്ത് ഫോൺ കിടന്നില്ലേ? ആരും അടുത്ത് വിളിക്കണേ? എടി ചുമ്മാ ഹലോ ചേട്ടാ. അയ്യോ വിക്രമൻ ചേട്ടാ, ചേട്ടാ മനസ്സിൽ വിക്രമനാണോ? വിക്രമൻ ചേട്ടൻ വിളിക്കണടാ. എടാ എവിടെങ്കിലും പോയി ചാവട. 10 ലക്ഷം രൂപ സാഹചര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുവാ. നീ അല്ലേ ചത്തെന്ന് പറഞ്ഞു? മെമ്പർ പറഞ്ഞു നീ ചത്തെന്ന്. 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. അപ്പൊ മരിച്ചെന്ന് എന്തോ മെസ്സേജ്? എന്റെ അമ്മയാണ് 2 പിള്ളേരാണ് അവൻ മരിച്ചെന്ന് പറഞ്ഞ് മെസ്സേജ് എവിടെ? കാണിക്ക. മെസ്സേജ് കണ്ട? സാറേ, മെമ്പറെ ഒരു 30,000 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ? താഴെ നീല ഷർട്ട് ഞാൻ. പൈസ ഇല്ല, ശകലം ടൈറ്റ് ആണ്. ഇത് അത് കഴിഞ്ഞിട്ട് താഴെ വായിച്ച് നോക്കണം അവന്റെ മെസ്സേജ്. മെമ്പർ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി മരിക്കും. മെമ്പർ പൈസ തന്നില്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും മറിക്കും എന്ന് പറഞ്ഞത് ഇവൻ മരിക്കൂന്നാക്കി കാണിച്ച അക്രമ ഈ കാലനെ വെട്ടി മൂടാൻ. ഈ MA RI മറിക്കും. വലിച്ചു. ഇതാണോ നാട്ടുകാർ പണ്ടില്ലാതെ പറയണ കാള പറ്റുന്ന കേൾക്കുമ്പോ കയറെടുക്കരുതെന്ന് അറിയാമോ? സൂപ്പർ സാധനോടാ. അതല്ല അവള് പറഞ്ഞ ഡയലോഗ്. അയ്യോ, ഇന്ന് ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് നോക്കിയോ? നില്ലേ കാള. എടാ, പെട്ടെന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എന്താ? PUTTU. അത് പെട്ടു എന്നല്ലേടാ? അതെടാ, നീ പെട്ട്. അതെ, നീ പെട്ട്. എടാ, ജീവിച്ചിരിക്കുന്ന ഒരുത്തൻ മരിച്ചെന്ന് പറഞ്ഞ് MLA വിളിച്ചു, നാട്ടുകാരെ വിളിച്ചു, അവിടെ കുഴി വെട്ടുന്നു, കർമ്മിയെ വിളിച്ചു. അപ്പൊ അവരെല്ലാം കൂടി വരുമ്പോ നിന്നെ അറിഞ്ഞു തള്ളി ഇടുന്നൂട്ടെ കുഴി വരെ വെട്ടി. അതിപ്പോ ഞാൻ എന്തോന്ന് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, അനങ്ങാതെ നേരെ ചെന്നാ കുഴിയിലോട്ടങ്ങ് ചാടിക്കോ. ഞാനാ? നല്ലൊരു കൈഡി പ്രചോദേട്ടാ. അടിപൊളിയായിരുന്നു കേട്ടോ. പൊളിച്ചടിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 പേരും ഇങ്ങനെ പറന്ന് വേറെ ലെവലുള്ള കളിയായിരുന്നു.
അതായത് അസാധ്യ പ്രകടനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഓരോ സമയവും കൗണ്ടർ പടപടാ നിൽക്കുകയാണ്. ഒരു മരണം മാറ്ററാക്കി നിങ്ങൾ ഇത്രയും കോമഡി കളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് സ്കിറ്റ് കണ്ടിട്ടില്ല. മരണ ബേസ് ഒരക്ഷരം മാറിപ്പോയ ഒരു സാധനം, അതായത് മറിക്കും എന്നുള്ളൊരു സാധനം മാറി അത് മരിക്കും എന്നൊരു അക്ഷരം മാറിപ്പോയതിൻ്റെ ഒരു കണ്ടന്റ് ആക്കി അത് ഉഗ്രം ക്ലൈമാക്സിൻ്റെ ഒരു ഉഗ്രം ഗൈഡ് തരികയാണ്. കാര്യം നമ്മളിത് എങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് നിങ്ങൾ ഈ ഒരു മാറ്റർ പറയുന്നത്. ബിജു വർഗീസിന്റെ മാസ്റ്റർ പീസ് ഡയലോഗ് ഉണ്ട്, എന്തായിരുന്നു മറ്റേ പറയുന്ന ഫസ്റ്റ് മരിക്കും കേട്ടോ. അതിൻ്റെയൊക്കെ ടൈമിങ് ബിജു വർഗീസ് നിങ്ങൾ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാതെ നിങ്ങൾ അതുപോലെ സുധീഷൊക്കെ അറിഞ്ഞ് കളിച്ചു കേട്ടോ. സുധീഷൊക്കെ എന്തൊക്കെയോ വാശി പോലെയാണ് ഇന്നത്തെ ഒരു കളി. ദീപ്തി ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. ദീപ്തി നല്ല രസമായിട്ട് എല്ലാം അടുക്കി വെച്ച് നല്ല സ്ക്രിപ്റ്റ് നല്ല രസമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. നമ്മൾ ശരിക്കും ആസ്വദിച്ചു. 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. കാര്യം ചേട്ടാ നല്ല സ്കിറ്റായിരുന്നു. കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഇത് എടുത്ത് എങ്ങനെ ധൈര്യം വരുമെന്ന് നമുക്ക് ആലോചിക്കും. ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മളത് കഴിയുമ്പോൾ ഓർക്കുമ്പോൾ ഈ കഥ എങ്ങനെയാണ് ഇവർക്കൊരു സിനിമയാക്കാൻ ഒരു ധൈര്യം വന്നത്. നമ്മളത് സക്സസ് ആയി കഴിയുമ്പം നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്ന് പറയുന്നവരാണ്. വളരെ സിമ്പിളായിട്ടൊരു പ്ലോട്ടാണ്. 3 പേരും പെർഫോമൻസ് കൊണ്ട് നിങ്ങൾ പിടിച്ചു നിർത്തിയ അല്ലെങ്കിൽ ഗംഭീരമാക്കിയ ഒരു സ്കിറ്റാണിത്. അത് 3 പേർക്കും ഒരേപോലെ കൈഡി അർഹിക്കുന്നുണ്ട്. ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നസീർക്ക, ചില ത്രെഡുകളെ നമ്മൾ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അത്ര സുഖം വരികയില്ല. ഇത് അത്ര സുഖമുള്ള സാധനമില്ല. പക്ഷേ ഈ എഴുതുന്നവരുടെ മനസ്സിൽ ഇതിനൊരു പ്ലാൻ ഉണ്ടാകുമല്ലോ. ആ പ്ലാൻ ഇവരുടെ മനസ്സിലുണ്ട്. ഇത് ഇങ്ങനെ കളിച്ചാൽ ഇത് കയറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായില്ലേ? ഇപ്പം നല്ല സാധനം തപ്പിയെടുത്തു, അത് മനോഹരമായിട്ട് കളിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈ സ്കിറ്റിന് കിട്ടി. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളാണ് നമ്മുടെ വേദിക്ക് ആവശ്യം. അതിനുവേണ്ടി ഇനിയും നിങ്ങൾ പ്രയത്നിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സബ്ജക്റ്റുകളുമായി ഇതേപോലുള്ള ചിരികളുമായി അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. ഈ ത്രെഡ് ഞങ്ങളടുത്തപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. ഞാൻ സത്യമല്ലേ, മരണ വീടല്ലേ, അപ്പോൾ എത്രത്തോളം കൊണ്ട് കയറാൻ പറ്റുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പാണാവള്ളി ഇതിനെ കറക്റ്റ് റൂട്ടാക്കി പിന്നെ അർജുനേട്ടൻ റെഡിയാക്കി തന്നു. അതിൽ രാഷിന് ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട്. അടിപൊളി. അപ്പൊ ഈ സ്കിറ്റിന്റെ മാർക്സ് പിന്നെ പ്രചോദേട്ടാ? ഞാൻ ഒരു 15 മാർക്ക്. 15,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 15,000. അപ്പൊ ടോട്ടൽ 30,000 രൂപ. നസീർക്ക? ഞാൻ കുറയ്ക്കുന്നത് ശരിയല്ലല്ലോ. ഒരിക്കലും അല്ല. ഞാൻ അറിഞ്ഞു തരാം. ടോട്ടൽ എമൗണ്ട് 70,000 രൂപ. അടിപൊളി. അടുത്തല്ലേ നമ്മൾ സിൽവർ അടിക്കും, പറ്റിയ ഗോൾഡ്. ഓക്കെ സന്തോഷമായി. ഇതൊന്ന് റൗണ്ട് ആക്കാൻ പറ്റുമോ? ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റമേറെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ടീമാണ് വരാൻ പോകുന്നത്. ദേവി ലക്ഷ്മി, സൈന്ധവ്, അനന്യ. ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നല്ല കദളി കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ? കൊതിയൂറി നിന്നില്ലേ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കണ്ണിക്കുരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കണ്ണിക്കുരു അല്ല, കുന്നിക്കുരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈദ്യൻ ഒറ്റമൂലി ഓമനക്കുട്ടൻ. നിങ്ങൾ വർഷങ്ങളായി തളർന്നു കിടക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾ ഉടുമ്പൻചോലയിലേക്ക് വരൂ, നിങ്ങൾക്ക് നടന്നു പോവാം. എന്റെ ഒറ്റമൂലി കഴിച്ച് നടന്നുപോയ ഒരു പേഷ്യന്റ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ്. നമസ്കാരം, എന്റെ പേര് സുമലത. എന്റെ വൈദ്യശാസ്ത്രത്തില് എന്നെ കൈ ഒഴിഞ്ഞപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒരു മിന്നലടിച്ചത്. മിന്നലാ? അല്ല, ദിവ്യ വെളിച്ചം ഉണ്ടായത്. ആ സമയത്താണ് ഏട്ടാ ഈ വൈദ്യൻ ഒറ്റമൂലി ഓമനക്കുട്ടനെ കുറിച്ച് ഞാൻ അറിയണതും നേരെ ഒരു വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. നീ ഇത് പോസ്റ്റ്. അല്ല, ഇന്നലെ പോസ്റ്റ് ചെയ്ത റീലിന് റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ഉണ്ട്, ആരും നല്ലത് പറഞ്ഞിട്ടില്ല. ഇതെന്തുവാടി കുറെ പേര് സ്റ്റാർ ഇട്ട് കളിക്കുന്നേ? നാട്ടുകാർക്ക് പച്ചത്തറി വിളിക്കാൻ പറ്റാത്തോണ്ടാണ് അവര് സ്റ്റാർ ഇട്ട് കളിക്കുന്നത്. അയാളുടെ എല്ലാ ഉടായ്പയും കൊണ്ട് ഞാൻ മടുത്ത്. എന്ത് മനുഷ്യ, നിങ്ങൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു രോഗിയെ ചികിത്സിച്ച് നന്നാക്കിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ പരസ്യം എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ മരുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പരസ്യം എടുത്താൽ മതി. ആ പിന്നെ ടെസ്റ്റ് എടുത്ത് പരസ്യം എടുക്കാൻ ഐശ്വര്യ റായ് അല്ലേ വന്ന് നിൽക്കുന്നത്? ഇടി, നീ കാരണമാണ് ഞാൻ ഈ മരുന്നൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്റെ ഏറ്റുമാരെ നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ കല്യാണത്തിന് വേണം, പാലുകാത്തിന് വേണം, സ്വർണം വേണം, അത് വേണമെന്നൊക്കെ പറയുമ്പോ നമ്മുടെ പൈസ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോരോ പുതിയ മരുന്നുകൾ ഉണ്ടാക്കി വിൽക്കുന്നത്. അപ്പം നീ അനുഭവിക്കണം. അതുകൊണ്ട് നിന്നെ ഞാൻ വീഡിയോ കയറ്റുന്നത്. നിങ്ങൾ എത്ര കാലം ഇങ്ങനെ അടുത്ത ആൾക്കാരെ
വറ്റിച്ച് ജീവിക്കും 55 വയസ്സ് വരെ. അതങ്ങനെ നിങ്ങൾ ഇത്ര കറക്റ്റ് ആയിട്ട് പറയണു? ജോത്സ്യനെ ഞാൻ ഒന്ന് പോയി കണ്ടായിരുന്നു. ജോത്സ്യം പറഞ്ഞു 30ാമത്തെ വയസ്സിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി 55ാമത്തെ വയസ്സിലേ ഉള്ളെന്ന്. അപ്പൊ നിങ്ങൾക്ക് 30ാമത്തെ വയസ്സിൽ എന്താ അപകടമാണ് പറ്റിയേ? എന്റെ 30ാമത്തെ വയസ്സിലല്ലയോ നീ ഞങ്ങളുടെ വീട്ടിലോട്ട് കുത്തുവിളക്കുമായിട്ട് വിളിച്ച് കയറിയത്. അപകടമല്ലോ ഉണ്ടോ? ഇത് 55 വരെ ഒന്നും പോവത്തില്ല. അതിനു മുമ്പേ 0 ബൾബ് ചുമരി കത്തും. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്ന ആ രാജന്റെ വീട്ടിൽ പോയിട്ട് നമ്മളെ ഉഴിച്ചിലിന്റെ പിഴിച്ചിലിന്റെ പൈസ മേടിച്ചോണ്ട് വരും. ഞാൻ അവിടെ ചെന്നപ്പോ അവിടെ ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ നടക്കുന്നു. എങ്ങനെയാ ചേച്ചിമാരെ ഈ മരണ വീട്ടിൽ പോയി കുറച്ച് പൈസ ഒക്കെ വാങ്ങിക്കണം? എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ എന്റെ ഉഴിച്ചിലും പിഴിച്ചിലും ഏറ്റില്ല. ഉഴിച്ചിലേറ്റില്ല, പക്ഷെ പിഴിച്ചില് നന്നായിട്ട് ഏറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന സമയത്തും ആ രാജന്റെ ഭാര്യ നിങ്ങളെ പ്രാവായിരുന്നു തലയ്ക്ക് കയ്യും വെച്ച്. എന്റെ ഭർത്താവിനെ ഈ നിലയിലാക്കിയവൻ വെള്ളം ഇറങ്ങാതെ ചാവൂ. വീട്ടിൽ വെള്ളം എടുത്താണ് എന്തിന്? ഇറങ്ങോ നോക്കാനാ. ആ സ്റ്റീം ബാത്തിരിക്കുന്ന സാധനം ഇങ്ങ് എടുത്തോണ്ട് പോ. അതിന്റെ അകത്ത് എന്താ ഇരിക്കണത്? അതിന്റെ താള് കണക്കും ഇല്ലാത്തോണ്ട് ഞാൻ 4 കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചായിരുന്നു. നിങ്ങൾ ഇങ്ങനെ മുട്ടയും മുഴുങ്ങി തിന്നോണ്ടിരുന്നോ? നിനക്കറിയാലോ എന്റെ ഈ വൈദ്യശാലയിൽ വിദേശികൾ വന്ന കാര്യം? പറയട്ടെ, ചെറുവരൽ ഉളുക്കുമായിട്ട് വന്ന മദാമെ നാടു തളർത്തിയ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അവര് പോകുന്ന സമയത്ത് എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇങ്ങയുടെ പാസ്പോർട്ട് വലിച്ചു കീറാൻ. എങ്ങാലും ഇയാൾ ഇന്ത്യ വിട്ടു പോയി കഴിഞ്ഞാൽ അവര് വെടിവെച്ചു കൊല്ലും. ചേച്ചിമാരെ നിങ്ങൾ കേൾക്കണം. ഇവളുടെ ചേച്ചിയുടെ മോക്ക് കല്യാണത്തിന് മാല മേടിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ചെറിയൊരു അസുഖമുണ്ട്, ഒരു മൂലക്കുരുവിന്റെ അസുഖമുണ്ട്. അത് വേദന എടുക്കാതെ കരിക്കാൻ വേണ്ടി വെച്ചിരുന്ന 45,000 രൂപ എടുത്താണ് ഇവളുടെ ചേച്ചിയുടെ മോക്ക് മാല മേടിച്ചത്. എന്തിനാ ചേച്ചിമാരെ ഇയാൾ കൊണ്ട് 45,000 രൂപയൊക്കെ കൊണ്ട് കളയണത്? എന്റെ അടുത്ത് കുറച്ച് ചൂട്ടും കൊതുമ്പും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കത്തിച്ചു കളഞ്ഞു. അത് മൂലക്കുരുവാ, അല്ലാതെ കടന്നൽ കൂടല്ല. രാത്രി ഉറങ്ങാൻ കിടക്കുവോ എന്തോ. മനുഷ്യ, നിങ്ങൾ ഇന്നേ വരെ ആരെങ്കിലും ചികിത്സിച്ച് ഭേദാക്കിയിട്ടുണ്ടോ? ഒരാളുടെ പേര് പറ. ഉണ്ട്, നിന്റെ അച്ഛൻ. എന്റെ അച്ഛനാ? എടി നിന്റെ അച്ഛൻ ഇവിടെ കള്ളച്ചോറ് നിന്ന് അരക്കി തപ്പോട്ട് തളർന്നിടുന്ന ഓർമ്മയുണ്ടോ? അതിനാ നിമിഷ നേരം കൊണ്ട് എന്റെ അച്ഛനെ ഇവിടുന്ന് എന്നെ ചോദിച്ചില്ലേ? ഈ ഇഞ്ചി വേര് മൂക്കിന്റെ താഴെ വെച്ചോണ്ട് നടക്കണ ഇയാൾ എന്റെ അച്ഛനെ എന്ത് ചെയ്തെന്നറിയാമോ? തളർന്നു കിടന്ന് എന്റെ അച്ഛനെ വള്ളിച്ചൊറിയാണം വെച്ച് അടിച്ച് പുള്ളിമാ ഓടനാടക്കാണ് എന്റെ അച്ഛൻ ഓടിയത്. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ആരുമില്ലേ? താണ്ട് ആരാണ്ട് വരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, അഭിനയം തുടങ്ങിക്കോ. കണ്ണെന്ന് കാണിച്ച്. നമസ്കാരം. എന്താ അപസ്മാനമോ? അതേറ്റില്ല, അത് പോട്ടെ. അല്ല, ആരാ മനസ്സിലായില്ല? റിട്ടയർഡ് ജഡ്ജി കുഞ്ഞുണ്ണി. ഉണ്ണിയപ്പ സാർ ഇരിക്കണം. ഉണ്ണിയപ്പ സാറിന്റെ പേരെന്തിനാണ്? കുഞ്ഞുണ്ണി സാറേ. അറിയാറ് ഈ എന്തിനായിരുന്നു? നല്ല കൈപുണ്യം ഉണ്ടെന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര കൈപുണ്യാണ്. വൈദ്യർ ഒരു ചമ്മന്തി അരച്ച കുത്തിയിരുന്ന ഒരു കല്ലം ചോറുണ്ണാം. അതായത് നമ്മുടെ ഈ ഔഷധകരമായ ചെടികളുടെ ഇല വെച്ചുണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണിത്. ചികിത്സയുടെ ഒരു ഭാഗമാണ്, അത് മനസ്സിലായി. സാറിനൊരു കാര്യം കേൾക്കണോ? ഈ കൊച്ചായി ഇവിടെ വരുമ്പോ പേനയുടെ റീഫില്ലർ പോലെ ഇരുന്നേ ഇപ്പൊ കണ്ടോ മെട്രോ പില്ലർ പോലെ ആയി. നിങ്ങൾ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, ഞാൻ ഇദ്ദേഹത്തിന്റെ വൈഫാണ്. അത് മാത്രമല്ല ഒരു ആക്ടറും കൂടെയാണ്. സിനിമയിൽ ഒന്നും ഇല്ലേ? അയ്യോ, സിനിമയിലൊന്നും അല്ല. ഇയാളുടെ പരസ്യ ചിത്രത്തിൽ ഞാനാണ് അഭിനയിക്കണത്. ഇരിക്കാം. അല്ല, സാർ ഒറ്റയ്ക്കാണോ വന്നത്? അതെ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. എനിക്ക് ഈ വയ്യാത്ത കാര്യം ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഓ, എന്താണ് അസുഖം? അല്ല, അസുഖം എന്താ? എവിടെയെങ്കിലും പോണാ? ഇതാണോ എന്റെ അസുഖം? അപ്പൊ ഞരമ്പ്. ഞരമ്പിന്റെ വേറെ തരത്തിലുള്ള അസുഖമാണെന്നാണ് പറഞ്ഞത്. ശരിയാ സാറേ, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? അത് കൊള്ളാം. ഇത്ര നേരം ഞാൻ ഇവിടെ വന്ന കാര്യം പറഞ്ഞിട്ട് അവൻ എന്റെ അടുത്ത് ചോദിക്കണു ഞാൻ ആരെന്ന്. എന്റെ സാറേ, അതല്ല ഞാൻ പറഞ്ഞത്. ധാരയില്ലേ, ധാര. ധാര ചെയ്യണോ? മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ധാരയൊന്നും ചെയ്യണ്ട. എന്താ? ഇന്നാളെ നിങ്ങൾ ആ
എസ് ഐക്ക് ധാര ചെയ്തില്ലായിരുന്നോ? നമ്മൾ ധാര എന്ന് പറയുമ്പോ ഇപ്പൊ ഉരുളിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ചെയ്യണ സംഭവല്ലേ? ആ ഉരുളി പൊട്ടി അയാളെ മോന്തക്കൂടെ ഇന്ന് 6 പല്ലാണ് പോയത്. അപ്പൊ ധാര വേണ്ട. അപ്പൊ സാർ നമുക്ക് ധാര വേണ്ട. പിന്നെ വേറെ ചികിത്സ പാക്കേജിലുണ്ട്. ചികിത്സ അതെന്തോന്നാണ്? 10,000 രൂപയ്ക്ക് തടവൽ മാത്രം, 20,000 രൂപയ്ക്കോ തടവലുണ്ട്. പിന്നെ നമ്മളെ ഇവിടെ കിളത്തിൽ ചികിത്സയുണ്ട്, ഫുഡ് വരെ ഉണ്ട്. അത് കൊള്ളാം. അത് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപയുടെയാ. അതെന്തോന്ന്? സഞ്ചാനോ പിന്നെ പന്തൽ വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വരത്തുള്ളൂ. വിവിധ തരം ചികിത്സ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഈ പറയുന്ന വിവരമില്ലാത്തവളെ. സാർ ഇരിക്കും. സാർ ഇരിക്കാം, കുറെ നേരം കൊണ്ടിരിക്കണം ഞാൻ. സാറിന് പെടല് വെട്ടുന്നല്ലേ? ഇപ്പൊ നമുക്ക് ശരിയാക്കാം. ഈ കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യ്. കണ്ണൊന്ന് കാണിച്ച്. വേണ്ടറിന് എന്നാ പിന്നെ പെടല് വെട്ടല്ലേ? നമുക്ക് ശരിയാക്കാം. ഇത് ഭയങ്കര കൈപ്പുണ്യമുള്ളതാണ്. ഞാൻ ഇതങ്ങോട്ട് വെച്ചേരാ അങ്ങ് മാറും. നമുക്ക് തുടങ്ങാം. നമുക്ക് ചെയ്യാൻ പോണേ. ഒരു ജഡ്ജി എന്ന് കാണിക്കുന്ന കാണിയര് കണ്ട ഈ ഇക്കടിയാവുന്ന ചരച്ചിരിക്കല്ലേ? ഇല്ല, നമുക്ക് അസുഖം ഭേദമാക്കണം. എന്റെ കൈപ്പുണ്യവാ. അപ്പൊ ഞാൻ കൈ വെച്ചാ സാറിന്റെ വെട്ട് മാറിയിട്ടേ സാർ ഇവിടുന്ന് പോകത്തുള്ളൂ. മനസ്സിലായില്ലോ? സാറിന്റെ വെട്ടല് മാറിയിട്ടേ സാർ ഇവിടുന്ന് പോകത്തുള്ളേ. പേരെടുത്ത സാറേ? എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഈ കൈപ്പുണ്യം എന്ന് വെച്ചാ ഈ ഒറ്റമൂലി ഓമന കുട്ടന്റെ കൈപ്പുണ്യ ആരാ വാക്കൊക്കെ ഉണ്ടാക്കിയത്? കൈപ്പുണ്യം എന്ന് വെച്ചാൽ ഭയങ്കര കൈപ്പുണ്യ. ഇങ്ങോട്ട് തിരിച്ചറേ. തിരിയാൻ പറ്റണില്ല. സത്യമായിട്ട് തിരിയാൻ പറ്റണില്ല. ഇത് നോക്കിയാണ്. വെട്ടല് മാറിയ? വെട്ടല് മാറി. ഞാൻ പറഞ്ഞില്ലേ ഈ ഒറ്റമൂലി ഓമനക്കുട്ടന്റെ കൈ വെച്ചതിനാ വെട്ടല് മാറും. അമ്മാരി കൈപ്പുണ്യമല്ലേ? പക്ഷെ തിരിക്കാൻ പറ്റണില്ല. ഓക്കെ സാറേ, വെട്ടല് മാറിയല്ല. ഇനി സാറ് നോക്കോ. സാർ ഞാൻ എന്തിനാണ് പറഞ്ഞേ? വെട്ടല് മാറിയിട്ടേ സാർ ഇവിടുന്ന് പോന്ന് ഞാൻ പറഞ്ഞ. വെട്ടല് മാറിയില്ലേ സാറിന്റെ അസുഖം കഴിഞ്ഞു. വേദന എടുക്കണ്. നല്ലൊരു കൈഡി. സൈന്ധവേ, അനന്യ, ദേവലക്ഷ്മി, അടിപൊളിയായിരുന്നടാ. അടിപൊളി. എന്ത് രസമായിരുന്നു എല്ലാ കൗണ്ടറുകളും. അതായത് നമ്മൾ നല്ല ഫ്രഷ് കൗണ്ടറുകളായിരുന്നു. പിന്നെ നിങ്ങളുടെ ആ ആദ്യം പോലെ ചിരിച്ചത് എനിക്ക് സൈന്ധവന്റെ ഷേപ്പ് കണ്ടേ ചിരിച്ചു. സൈന്ധവ നന്നായിരുന്നു കേട്ടോ. ഒറ്റമൂലി ഓമനക്കുട്ടൻ അടിപൊളി ക്യാരക്ടറായിരുന്നു, അടിപൊളി കഥാപാത്രമായിരുന്നു കേട്ടോ. അതുപോലെ ദേവിലക്ഷ്മി, നിങ്ങൾ രണ്ടുപേരുള്ള ആദ്യത്തെ റീൽസിന്റെ പരിപാടിയൊക്കെ നല്ല രസമായിരുന്നു. കോമ്പിനേഷൻ നന്നായിട്ട് വർക്ക് ചെയ്തു, നല്ല വൃത്തി ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കഥാനായകന്റെ വരവ്. അനന്യക്കുട്ടാ, അയ്യോ അനന്യക്കുട്ട, അസുഖം അടിപൊളിയായിരുന്നു മോളെ. നീ അത് തുടക്കം മുതൽ അത് ആ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നിങ്ങൾ എൻജോയ് ചെയ്ത് കളിച്ചു എന്നുള്ള കാര്യം. നിങ്ങൾ എന്തെങ്കിലും തെറ്റിപ്പോയാൽ അതൊന്ന് കവർ ചെയ്ത് ആരും അറിയാതെ നിങ്ങളത് ഇത് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള. അത് ഉഗ്രൻ ആർട്ടിസ്റ്റുകളായതുകൊണ്ടാണ് നിങ്ങൾ 3 പേരും നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. എന്നിട്ട് ആരാ നിങ്ങൾക്ക് ഇത് ഇത്രയും നന്നായിട്ട് പഠിപ്പിച്ചത്? ആനന്ദൻ ഉഗ്രം കൈയ്യടി കേട്ടോ. ആനന്ദൻ ഒരു ഉഗ്രം കൈയ്യടി തരണം. നിങ്ങൾ അടിച്ച കൗണ്ടറുകളെല്ലാം ഏറ്റു. അതിന്റെ ക്ലൈമാക്സും വളരെ മനോഹരമായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നല്ല സ്കിറ്റായിരുന്നു. 3 പേരും മനോഹരമായിട്ട് ചെയ്തു. സൈന്ധവ മോൻ നന്നായിട്ട് പെർഫോം ചെയ്തു. അടിപൊളിയായിരുന്നു. അനന്യക്കുട്ടിയും അടിപൊളിയായിരുന്നു. മോളുടെ വോയിസിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ മോൾ. അതൊരു വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. കാര്യം നമ്മൾ സാധാരണ കേൾക്കുന്ന പോലത്തെ ഒരു വോയിസ് അല്ല, ഒരു ഡിഫറെൻറ്റ് വോയിസ്. അപ്പം ഒരു 10 പേര് നിന്നാലും അതിനിടയിൽ നിന്ന് അനന്യ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാം ഇത് നമ്മുടെ കൊച്ചല്ലേ എന്ന് നമ്മൾ അപ്പം തന്നെ പറയാം. അങ്ങനത്തെ ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ആണത് കേട്ടോ മോളെ. ദേവിക്കുട്ടി കാലക്കി അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് ചെയ്തു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അടിപൊളിയായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സൈന്ധവേ, നീ സത്യത്തിൽ ഏത് ജില്ലയിലാണ് താമസിക്കുന്നത്? ആലപ്പുഴ. പക്ഷെ നീ ഇവിടെ പറയുന്നതെല്ലാം ട്രിവാൻഡ്രം ഭാഷയാണല്ലോ. അതെന്താ കാര്യം? നിനക്ക് കൂട്ട് കിട്ടിയത് 2 പേരും ട്രിവാൻഡ്രംകാരാണല്ലേ? സാരമില്ല, അപ്പം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു ഭാഷയും കൂടെ നിനക്ക് മനപ്പാടമാക്കാൻ പറ്റിയല്ലോ. അപ്പം എന്തായാലും സ്കിറ്റ് വളരെ മനോഹരമായ സ്കിറ്റാണ്. നല്ല ഫ്രഷ്നെസ് ഉള്ള കൗണ്ടറുകളാണ് എല്ലാം ചെയ്തത് കേട്ടോ. നല്ല സബ്ജക്റ്റും നിങ്ങൾ എടുത്ത കണ്ടന്റ് വളരെ മനോഹരമായി. അത് നിങ്ങൾ 3 പേരും വളരെ വൃത്തിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു.
നിങ്ങൾ കൊച്ചുകുട്ടികൾ ഇത്രയും മനോഹരമായിട്ട് നമ്മളെയൊക്കെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും. അത് നിങ്ങൾ ഗ്രൂം ചെയ്ത ആൾക്കാരും നിങ്ങൾക്ക് സ്ക്രിപ്റ്റുകൾ എഴുതി തരുന്ന ആൾക്കാരും ചിരിപ്പിച്ചാലേ കാശ് കിട്ടും എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങളെ കൊണ്ട് ചിരിപ്പിച്ച് ഞങ്ങളെ ചിരിപ്പിക്കുകയാണ്. അതെന്തായാലും നന്നായി. അടുത്ത പ്രാവശ്യവും ഇതേപോലെ നിറച്ച് ചിരികളുമായിട്ട് വീണ്ടും ഭരിക്കാം. ആൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് മാർക്സ് പ്രചോദേട്ടാ എത്ര? ഞാനൊരു 15 കൊടുക്കും. ചേട്ടാ ഞാനും എത്ര? ഒരു 15 കൊടുക്കുന്നു. ടോട്ടൽ 30,000 രൂപ. നല്ല കനത്തില് ബാക്കി ടോട്ടൽ എമൗണ്ട് 65,000 രൂപ. കലക്കി കലക്കി കലക്കി. അപ്പൊ ഇതുപോലെ ഉഷാറായിട്ട് വന്ന് ഇനി നമുക്ക് 75 ലക്ഷം ഒക്കെ വാങ്ങിക്കണം. ശരി, നടന്നു വന്നാ കിടന്നു പോവാ അല്ലേ? ടാറ്റാ. വാ ഇങ്ങ് വാന്ന്. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അറിയാലോ, എനിക്ക് പേടിയാ. എന്ത് നമ്മള് ഈ തെരുവിലൊക്കെ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന സഹോദരി സഹോദരന്മാരുടെ യഥാർത്ഥ രൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞാനൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. ഇയാള് കോട്ടയം ജാഫർ ആണെങ്കിൽ എനിക്കെന്താ വേണം? കോട്ടയം ജാഫർ ആണെന്നാണോ ഞാൻ പറഞ്ഞത്? സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ അനാഥരായിട്ട് നടക്കുന്ന ആൾക്കാരെ, എന്താ പറഞ്ഞേ? തെരുവിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് 3 നില വീടുണ്ട്. 3 നില വീട് തനിക്ക് അറിയാവോ? എന്റെ മുറ്റത്ത് കിടക്കുന്ന കാറ് കണ്ടാലേ താൻ ഞെട്ടും. ഇവിടെ സ്വന്തമായിട്ട് 10-20 ട്രെയിനുള്ള ആളാണോ ഞാന്? ആണോ? എന്നാ വീട്ടുപേര്? റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അതിന്റെ മെറ്റൽ കൂനെ കിടന്നിട്ടാണ് ജാടൊക്കെ ഒരു കുറവ്. അവിടുന്ന് ആരും ഞങ്ങളെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ലല്ലോ. എടി എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറ. ഒരു ഫോട്ടോ എടുത്ത് അങ്ങ് വിട്ടേക്കാം. എന്റെ ഫോട്ടോ എടുക്കരുത്. ഫോട്ടോ എടുക്കരുത്. അങ്ങനെ പറയില്ലേ? ഫോട്ടോ എടുക്കാണ് ഞാൻ കൊണ്ട് ഫോട്ടോ എടുക്കും. ഞാൻ എന്റെ അനുവാദം ഇല്ല. എന്റെ ഫോട്ടോ അല്ല, ഞാൻ ഫോട്ടോ എടുക്കും. ഞാൻ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ ഫോട്ടോ എടുക്കരുത്. എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഫോട്ടോ ഒക്കെ അടിപൊളിയാണ്. ഭാവമില്ല. വാവ വരത്തില്ല. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞല്ലോ, കുറെ നാളെ കഴിയണം വാവ പറഞ്ഞെങ്കിൽ. ഭാവയുടെ കേസല്ല ഞാൻ പറഞ്ഞത്. മുഖത്തൊരു ഭാവമില്ല. അതെന്തുവാ? അതിന് ഞാന് കുറച്ച് ടിപ്സ് തരാം. ഏതാ, ചീനിയാണോ ചക്കയാണോ? എന്ത് ചിപ്സ് തരാന്ന് പറഞ്ഞു? ചിപ്സ് അല്ലെന്ന് ടിപ്സ് പറഞ്ഞു തരാം. ഐഡിയ. സൗകര്യം വാ. എന്നെ തൊടരുത്, ഞാൻ കൈവിട്ടു. ഞാൻ ആ ടിപ്സ് ഒന്ന് പറഞ്ഞു തരാം. സഹോദരി എന്നൊന്നും പറയണ്ട, എന്നെ തങ്കച്ചി അങ്ങ് വിളിച്ചാൽ മതി. തങ്കച്ചി എന്നാണോ പേര്? തങ്കച്ചി. ഞാൻ ഈ മുഖത്ത് ഭാവം വരുന്ന കുറച്ച് ഐഡിയാസ് ഞാൻ പറഞ്ഞു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ രാത്രി മോളിപ്പം എങ്ങനെയാണ് റൂമിലേക്ക് കയറിച്ചത്? അപ്പൊ എങ്ങനെ കണ്ട കണ്ട ശൃംഗാരം, ശൃംഗാരം, ഇതാണ് ശൃംഗാരം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ ഭർത്താവ് കട്ടിലില്ല, പകരം അമ്മായി അമ്മ അവിടെ ഇരിക്കുന്നു. എന്ത് ചെയ്യും? ഭീവത്സം. ഇതാണ് ഭീവത്സം. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ അമ്മായിച്ചൻ പുറത്തു നിൽക്കുന്നു. നമ്മൾ എങ്ങനെ ചെയ്യും? കണ്ട കരുണം. ഇങ്ങനെയുള്ള കുറെ ഭാവങ്ങൾ നമുക്ക് വരണം. ഇതാണ് ഫോട്ടോയിൽ വേണ്ടത്. അല്ലിപ്പം ഞാൻ അങ്ങനെ ഇന്ന് എടുത്താ മതിയോ? അങ്ങനെ ഒന്ന് ചിൽ ഡൗൺ, ചിൻ ഡൗൺ. പെടലിങ് താത്തില്ല. ചിൻ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ ഡൗൺ. അവിടെ നോക്കണ. അയ്യോ, ഞാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്താലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യും, അവിടെ നമ്മുടെ ആൾക്കാർ നിൽപ്പുണ്ട്. ഒന്ന് ചെല്ലാം അങ്ങോട്ട്. എന്തിനാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നേ? നിങ്ങളുടെ യഥാർത്ഥ രൂപം ജനങ്ങളിൽ എത്തിക്കണ്ടേ? എനിക്ക് വേണ്ട, എനിക്ക് അന്ന് ചെയ്യണ്ട. വേണ്ട 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 എന്നെ തുടരുത്, ഞാൻ വിട്ടു. ഓക്കെ, ചെല്ല്. എല്ലാ കാര്യവും വേണ്ടായിരുന്നു. ഇതൊന്നും അങ്ങനെയൊന്നും പറയല്ലേ. ഇതെങ്ങനെ ശരിയാവണത്? നമ്മളിത് സമൂഹത്തിൽ എത്തിക്കുക. ഹലോ, എന്തേ? എന്താ എന്റെ ഭാര്യ ഇങ്ങോട്ട് വന്നു. ഇത് ഭാര്യ, തന്റെ ഭാര്യ വീടാണോ ഇത്? എന്റെ വീട്ടിൽ പോയി നോക്കണോ? ഭാര്യ നോക്കണമെങ്കിൽ എന്റെ ഭാര്യ റെയിൽവേ സ്റ്റേഷനോട് നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പായും ഉണ്ട്, ഒരു QR കോഡും ഉണ്ട്. ആളെ കണ്ടില്ല, താൻ വിളിച്ചിട്ട് വന്നാണ് അവിടുത്തെ കടക്കാരൻ പറയുന്നത്. അതെ, എന്നാ സംഭവം എന്നറിയാവോ? നമ്മള് ഈ തെരുവിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയൊക്കെ സഹോദരി സഹോദരന്മാരെ വിളിച്ചോണ്ട് വന്നിട്ട് അവരെ നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ യഥാർത്ഥ രൂപം ജനങ്ങളിലേക്ക് എത്തിക്കാം. മേക്ക് ഓവർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അതെ.
2 മാസത്തിനുള്ളിൽ ഞാൻ ചെയ്തു തരാം. എന്നിട്ട് അത് ചെയ്തിട്ട് എന്ത് ചെയ്യും നിങ്ങൾ? ഒന്നുമില്ല, ഒരു സ്നാക്സ് എടുത്ത് അങ്ങ് വിട്ടേക്കും. താൻ എന്ത് വൃത്തിയോടാണ് പറയണത്? സ്നാക്സ് എടുത്തങ്ങ് എന്തെല്ലാം ഞാൻ കേട്ടിരിക്കണം. കണ്ണു കുത്തിയെടുക്കണം, കിഡ്നി എടുക്കണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സ്നാപ്പ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ? പിക്ചർ എടുക്കൂലേ? അപ്പൊ ലിക്കർ ആര് കൊണ്ടുവരും? എടാ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു പിക്ചർ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അങ്ങ് വിട്ടേക്കും, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമല്ല. മനസ്സിലായോ? ആ ഫോട്ടോ എടുത്തിട്ട് വിട്ട ഒരു എല്ലും കഷ്ണങ്ങൾ എനിക്ക് തന്നേക്കണം. അതിനാണ് എനിക്ക് കൊണ്ടുപോകണം, ബലിയിടണേട്ടാ. തനിക്ക് അങ്ങനെ എടുക്കുന്നത് തന്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ പാടില്ലടൂ. എന്റെ ഭാര്യ ഇല്ലല്ലോ. ഇതിപ്പോ നമ്മൾ റെഡിയാക്കി ഉടനെ അങ്ങ് വിട്ടു. എനിക്ക് എന്തായാലും എന്റെ ഭാര്യ വേണം. അവിടെ പാട്ട് പാടിയിട്ട് വേണം. എനിക്ക് കാശ് വേണ്ടതാണ്. എനിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഭാര്യ അവിടെ തെരുവിൽ നിന്ന് പാടുമ്പോ നിങ്ങൾ ഇവിടെ പോയിരുന്നു? എനിക്ക് പണിക്ക് പോണ്ടേ? എന്ത് പണി? എനിക്ക് സ്വർണം തൂക്കല്. സ്വർണം തൂക്കല? എന്ത് പണി? ആരെങ്കിലും കഴുത്ത സ്വർണം കണ്ടു കഴിഞ്ഞാൽ തൂക്കിയെടുക്കുക, കൊണ്ടുവയ്ക്കുക. ഇതാണ് എന്റെ പരിപാടി. മോക്ഷണം. അതിന് പോലീസുകാരൊക്കെ അങ്ങനെ പലതും പറയാം. അത് നമ്മൾ വിട്ടുകളാം. ഞങ്ങൾക്ക് അത് വിട്. നിങ്ങൾ വിട്. ഒരു കാര്യം ഞാൻ പറയാം. 10 മിനിറ്റിനുള്ളിൽ എന്റെ ഭാര്യ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കടയുടെ മുന്നിൽ തൂങ്ങും. സഹോദര, അബദ്ധമൊന്നും കാണിക്കല്ലേ. നമ്മുടെ കടയുടെ ഭാഗത്ത് തൂങ്ങി കിടന്നിട്ട് ഇനി പോലീസ് കേസായി അതാ ഇതായൊക്കെ. അതല്ലെന്ന്, കടയുടെ മുന്നിൽ ഞാൻ തൂങ്ങും, ഉറങ്ങും എന്നാ പറഞ്ഞത്. അവള് വന്നവരെ തൂങ്ങും. നിങ്ങളുടെ ഭാര്യ ഉറപ്പാണെങ്കിൽ ഞാൻ വന്നിരിക്കും. അതിൽ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ ഇതെന്താ ഈ കാണണേ? അടിപൊളിയായി, സൂപ്പറായി, അടിപൊളിയായി. അല്ല, ഇത് പഴയ തങ്കച്ചി അല്ല, പൊന്നിച്ചിയാണ്. പൊന്നിച്ചി അല്ല, പൊന്നിച്ചി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഈ കാണിച്ചേക്കുന്നേ? ഇത് നോക്ക്. സംശയമുണ്ട് നിങ്ങളുടെ ഭർത്താവില്ല അവിടെ കിടപ്പുണ്ട്. അവൻ തൂങ്ങാൻ പോയവനെ. ഞാനായിട്ട് ഒരു പ്രശ്നമില്ല. എന്റെ ഭാര്യ വന്നാ കാരണം നിങ്ങളുടെ ഭാര്യ ഒന്ന് പോടോ. ഞാൻ സ്വർണ്ണ കേസിനൊക്കെ അകത്ത് പോയി കിടന്നിട്ടുണ്ട്. എന്ന് പെണ്ണ് കേസിന് ഞാൻ എന്നെ കിട്ടിയല്ലോ. ഇനി എന്റെ ഭാര്യനെ വിളിയിടോ. ഇതാടോ തന്റെ ഭാര്യ. ഇതൊന്നുമല്ല എന്റെ ഭാര്യനെ കുഞ്ഞി കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യണ്ട. നീ അങ്ങോട്ട് വിട്ടേക്കണ. നീ അവളോടൊന്ന് പറഞ്ഞു. परदेसी जाना नहीं, तू जाना नहीं, मुझे छोड़ दे ഉളിറും പൂങ്കിണാവുമായി തൂറേ വന്നു സസികല. ഞാനെന്താ ഇവനെന്തൊക്കെയാണ് എന്നെ കാണിച്ചേക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു സത്യത്തിൽ എന്റെ മേക്ക് ഓവർ? 10-20 വർഷമായിട്ട് ഞാൻ കുളിക്കാതെ നിറയ്ക്കാതെ ഉണ്ടാക്കി വെച്ച എന്റെ എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് കളഞ്ഞല്ലോടാ. ഇത് ഞാൻ എങ്ങനെയാണ് ആ റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയിരുന്ന് പാട്ട് പാടി ജീവിക്കുന്നത്? ഒരു ദിവസം 10-30,000 രൂപ സമ്പാദിക്കുന്നവളാണ് ഞാൻ ഇനി എത്ര നാള് ചെയ്യണോടാ അങ്ങനൊക്കെ ആയി വരാന്? എന്റെ ജീവിതം നീ കൊളന്നോണ്ടില്ലേ? എന്റെ കഞ്ഞി നീ പാറ്റിയിട്ടില്ലേ? ഇതാണോടാ നിന്റെ മേക്ക് ഓവർ? എടാ, നീ ഞങ്ങളോട് രണ്ടുപേരുടെ കാണിച്ചെന്നറിയാ മഹാദ്രോഹമാടാ മേക്ക് ഓവർ. എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരെ അടുത്ത ടീം രജിസ്റ്റേറ്റർ ഉണ്ട്, വിഷ്ണു ഉണ്ട്, പ്രജിത്ത് ഉണ്ട്. ഹലോ, എന്താടാ? ഞാൻ നമ്മുടെ മേനോ സാറിന്റെ വീട്ടിലാ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴേ സാറാ പറഞ്ഞ നീ ഇങ്ങോട്ട് വേണം, നിനക്കൊരു പണി തരാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 8-ന്റെ പണിയാൻ്റെ അളിയാ കിട്ടിയത്. എന്താ പണിയാന്നോ? എടാ, സാറിന്റെ മോളെ ഞാൻ നോക്കണം, ചിരിപ്പിക്കണം, രസിപ്പിക്കണം. അതാ എന്റെ പണി. ചുരുക്കി പറഞ്ഞാലേ സാറിന്റെ മോക്ക് കളിക്കാൻ ഒരു കളിപ്പാട്ടം. അതാണ് ഈ ഞാൻ. ജീവിച്ചു പോണ്ടേ അളിയാ, അല്ലാതെ എന്ത് ചെയ്യാൻ? നീ വെച്ചേ അങ്കിളേ. ചെണ്ടുകളിൽ കുളിരുണ്ടിനിയും ചില വണ്ടുകൾ കണ്ടി വരും. മണ്ടനുമഴകിയ മടയനുമിനി ഇതിലേ
അങ്കിളെ മുളുസേ. അങ്കിളിന്റെ 100 ആയുസ. ആണോ? ഞാൻ അങ്കിളിനെ നോക്കിയിരിക്കുവായിരുന്നു. ആണോ? ആ. മോളൂസേ, അങ്കിളെ അങ്കിള് മോളൂസിനെ നന്നായിട്ട് ചിരിപ്പിക്കാറില്ലേ? ചിരിപ്പിക്കാറുണ്ട്, രസിപ്പിക്കാറില്ലേ? രസിപ്പിക്കാറുണ്ട്, സന്തോഷിപ്പിക്കാറില്ലേ? സന്തോഷിപ്പിക്കാറുണ്ട്. പക്ഷെ അങ്കിളിന് യാതൊരു സന്തോഷവും ഇല്ല. അതെന്താ? അങ്കിളിന് ഒരു 3000 രൂപ വേണം. എന്തിനാ? എനിക്ക് ബൈക്കിന്റെ CC അടയ്ക്കാനാ. ബൈക്കിന് എന്തിനാ AC? AC അല്ല, CC. ആ. അത് അടയ്ക്കാൻ വേണ്ടിയാ. ആണോ? അച്ഛനോട് പറഞ്ഞത് മേടിച്ചു തരുവോ? അച്ഛനോട് പറഞ്ഞേ ആ. ഞാന് ആ. 3000 രൂപ മേടിച്ച് തരത്തില്ല. കാശിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് തന്റെ മോള് ഒരുപോലാണല്ലോ. ആ. എനിക്കത് പറഞ്ഞാൽ പറ്റത്തില്ല. എങ്ങനെയാണെങ്കിലും കാശ് ഒപ്പിച്ച് താ മോള്. നമുക്കൊരു കാര്യം ചെയ്യാം. ആ. ഞാനൊരു സൂത്രം തരട്ടെ അങ്കിളിന്. എന്തുവാ? അത് ഞാൻ കാണിച്ചു തരാം. എന്നാ പെട്ടെന്ന് കൊണ്ടുവാ. കൊച്ചിന്റെ എന്താണ്? അയ്യോ, ഇതെന്താ ഇത്? ഇതെന്റെ ശ്വാസമാ. ആണോ? ആ. ആഹാ. ഞാൻ എന്റെ ശ്വാസം അങ്കിളിന് അങ്കിൾ സൂക്ഷിക്കുവോ? പിന്നെ ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും. ആ. അയ്യോ, എന്റെ ശ്വാസം പോയേ, എന്റെ ശ്വാസം പോയേ. എനിക്ക് ശ്വാസം വേണം. ഞാൻ ഒപ്പിച്ചോണ്ട് വരാം. ഞാൻ എവിടെ പോയി ഉണ്ടാക്കാം? ആഹാ, കുഞ്ഞിന്റെ ശ്വാസം ഇവിടെ ഇരിക്കുവായിരുന്നോ? അയ്യ, എന്തൊരു കൊനവാന്ന് നോക്കണേ. അയ്യോ, പിടിച്ചേ 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 പിടിച്ചേ. ഇതെന്തുവാ? ഇതാണ് കുഞ്ഞിന്റെ ശ്വാസം. ഇത് എന്റെ ശ്വാസം അല്ല. ആണ്. അല്ല. ആണ്. അല്ല. ആണോ? എന്നാ എന്റെ ശ്വാസം ആ പൊട്ടിയ ബലൂണിനകത്ത് കേട്ടിത്താ. ഈ കൊച്ചു എന്തൊക്കെയാ പറയുന്നത്? അങ്കിളെ, നമുക്കൊരു ഗെയിം കളിച്ചാലോ? അപ്പൊ അവിടുന്ന് വേറെ പണിയൊന്നുമില്ല, ഗെയിം കളിക്കാൻ പോകണം. അങ്കിള്, ആ, ഗെയിം കളിക്കാം. പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ എന്താ ചാടാൻ പോവാ. പോയി ചാട് പോ. ഞാൻ കിടത്തി ചാടും. ചാടരുത്. ഞാൻ ചെണ്ടി ചാടാൻ പോവാ. അങ്കിളോട് ഞാൻ പിണക്കവാ. ചാടരുത്. ഞാൻ പിണക്കവാ അങ്കിളോട്. ഞാൻ പിണക്ക. മോളൂസേ, ഏത് ഗെയിമാ കളിക്കണ്ടേ? എനിക്ക് അച്ഛന്റെ ഫോണിൽ ഒരു ഗെയിം ഉണ്ട്, അത് കളിക്കാം. കളിക്കാം കളിക്കാം. ഞാൻ എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വാ. എന്റെ ദൈവമേ, എന്ത് ബന്ധമാണോ കൊണ്ടുവരാൻ പോണത്? അങ്കിളെ, പിടിച്ചേ. ഇതെന്താ? ഇത് അങ്കിളുടെ കണ്ണി കെട്ടണം. നമ്മൾ രണ്ടുപേരും പരസ്പരം കെട്ടണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. ആർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് അവര് തോക്കും. അങ്ങനാണെങ്കിലേ ഇങ്ങനെ അടി കൊള്ളുമ്പോഴത്തേക്കിനും മോളൂസ് അച്ഛനോട് പറയുവോ? ഇല്ല. ഇല്ലേ? ഇല്ല. യവക്കെട്ട് 2 കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. കിട്ടിയ അവസരമാണ്. കണ്ണി കെട്ടിക്കോ. കെട്ടാ. കെട്ടണേ. കെട്ടാ. കെട്ട്. കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇല്ലേ? ഇല്ല. എന്നാ തുടങ്ങാം. തുടങ്ങാം. എന്തോ അങ്ങനെ വേദനിച്ചോ? മോള് തല്ലി അങ്കിളിന് വേദനിക്കത്തില്ല. എനിക്ക് വിശക്കുന്നു. ഉരുട്ടി കൊടുത്ത കൈക്ക് തന്നെ അവൾ അടിച്ചു കയറ്റി വെച്ച് കണ്ടിട്ട് അവക്ക് എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. എനിക്ക് ബിസ്ക്കറ്റ് വേണം. കരയണ്ട കരയണ്ട. എനിക്ക് ബിസ്ക്കറ്റ് വേണം. അങ്കിള് തരാം. ബിസ്ക്കറ്റ് തരാം. ബിസ്ക്കറ്റ് തിന്നെ. എനിക്ക് വേണ്ട, അങ്കിള് തിന്നു. അങ്ങനല്ലല്ലോ സാധാരണ. അല്ല അങ്കിള് എനിക്ക് സാധാരണ കൊണ്ടുവരുന്നത് മുഖമായിട്ട് വന്നല്ലോ എനിക്ക് ബിസ്ക്കറ്റ് തന്ന ഇന്നലെ. പിന്നെ ഞാൻ മാനായിട്ട് വന്നു. ഇപ്പൊ കൊരങ്ങനായിട്ട് വന്ന് തരാവോ? എന്റെ ദൈവമേ, കൊച്ച വേറെ വല്ല പണി നോക്ക്. അച്ഛാ, അച്ഛനെ ഒന്ന് വിളിക്കട്ടോ. അയ്യോ, കൊരങ്ങ് 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 കൊരങ്ങ്. അയ്യോ, കൊരങ്ങ് വന്നേ, ഞങ്ങളുടെ വീട്ടിൽ കൊരങ്ങ് വന്നേ. അയ്യോ, ഞങ്ങളുടെ വീട്ടിൽ കൊരങ്ങ് വന്നേ. ബിസ്ക്കറ്റ് തിന്ന്. വേണ്ട. ബിസ്ക്കറ്റ് തിന്ന്. വേണ്ട. എന്തുവാടാ ഇത്? ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ്? കൊരങ്ങൻ വന്ന് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. അല്ല, കൊരങ്ങനായിട്ട് വന്ന് ബിസ്ക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു. എടാ, നിന്റെ ഫിഗർ ഫിഗർ വിട്ട് നീ ബിസ്ക്കറ്റ് കൊടുത്തേ. വേറെ ഫിഗർ ഇട്ടോണ്ട് ഒന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടും. അതെ. പിന്നെ മേനൻ സാറിന് എനിക്ക് കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് വയ്യ ഈ കൊച്ചിന്റെ പുറകെ ഇങ്ങനെ നടക്കാന്. എനിക്കും വയ്യ. കേട്ടോ, ആ കൊച്ചിനും വയ്യ. എന്നെ എടുത്താ മതി. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വില്ല് പോലെ കിടന്ന് വളയും. എടാ, ഈ കൊച്ചിനെ നോക്കാൻ വേണ്ടി നീ എന്റെ കണക്കില്ലാതെ എത്ര രൂപ നീ മേടിച്ചിട്ടുണ്ട്? അതിന്റെ കണക്ക് ലിസ്റ്റ് വരെ എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഉണ്ടോ? ഇന്നലെ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി നീ അവക്കൊരു മൺകുടം മേടിച്ചെന്ന് പറഞ്ഞു. അതിന് 25 ലക്ഷം രൂപയെന്ന്. 25 ലക്ഷം രൂപയോ? എന്റെ ദൈവമേ, 25,000 രൂപ എന്നായിരിക്കും എഴുതി വെച്ചേക്കണത്. ആണല്ലോ, അതങ്ങനെ വന്നു. അതെ, നിങ്ങളുടെ ഈ കൊച്ചിനെ അടുക്കി വെച്ചിരിക്കുന്ന കലത്തിന്റെ ഏറ്റവും അടിയിലുള്ള കലം മതി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് വലിച്ചെടുത്തപ്പോഴത്തേക്കിന് മരട് തകർന്നു വീണതുപോലാണ് തകർന്നു വീണത്. അറിയാവോ? അതിന്റെ പൈസയാണ് ഞാൻ കൊടുത്തത്. അതും പോട്ടെ. അവക്ക് ബ്യൂട്ടീഷ്യന് പോയി ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞു.
അതിന് 35,000 രൂപ. എടാ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിന് ഇത്രയും രൂപയോ? അതെന്താന്നറിയാവോ? നമ്മൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ബ്യൂട്ടി പാർലർ കയറാൻ പറ്റത്തില്ലല്ലോ. അതില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയും പെങ്ങന്മാരും കൂടെ കൊണ്ടുവന്ന് ഞാൻ ഈ കൊച്ചിന്റെ കൂടത്ത് കയറ്റി വിട്ടത്. എന്നിട്ട് അവള് ഫേഷ്യൽ ചെയ്തില്ലല്ലോ. എന്ന് പറയാൻ അവൾമാര് കയറി ചെയ്തപ്പോഴത്തേക്കിന് ക്രീം തീർന്നു പോയെന്ന്. ഈ കൊച്ചിനെ കൊണ്ട് നേരത്തെ അങ്ങോട്ട് കയറിയിരിക്കാൻ മേലായിരുന്നു. അല്ല ഈ മുത്തിനെ. അത് തന്നെ അല്ല അച്ഛാ, എനിക്കൊരു കളർ പൂ മേടിച്ചു തരാൻ പറഞ്ഞാൽ അതും മേടിച്ചു തന്നില്ല. ഇത്രയും പൈസ ഉണ്ടായിട്ട് നീ എന്താണ് അത് മേടിച്ചു കൊടുക്കാൻ? നിങ്ങളുടെ മോള് പറഞ്ഞ കളർ പോ ഏതാണെന്നറിയോ? ആകാശത്ത് വിഴിയുന്ന മഴവില്ലേ, അതാണ് ഇവരുടെ കളർ പോ. അത്യാവശ്യമാണെങ്കിലേ വായിൽ ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞ് നീട്ടി ഒരു തുപ്പിയാ മതി. അപ്പം മഴവില്ല ഇങ്ങനെ വിരിഞ്ഞു വരും. തല അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി. എനിക്ക് മഴവില്ല വേണം. എന്റെ കൊച്ചിനെ ഇവിടെ വെച്ച് കളിയാക്കുന്നു. നിനക്കുള്ള ശിക്ഷ ഞാൻ തരും. തരല്ലേ മുതലാളി, എന്നെ ജോലി പിരിച്ചുവിടല്ലേ മുതലാളി, പിരിച്ചുവിടല്ലേ. അതൊന്നും അല്ല. ഇല്ലേ, നിനക്ക് വലിയ ശിക്ഷ തന്നെ ഞാൻ തരും. കൊട്ടേഷൻ കൊടുക്കല്ലേ മുതലാളി, കൊട്ടേഷൻ കൊടുക്കല്ലേ. എടാ കൊട്ടേഷൻ ഒന്നും അല്ല. പിന്നെ എന്റെ മോളെ കല്യാണം കഴിക്കണം. ഞാനോ? പറ്റത്തില്ല. എടാ ഈ വീട് നിനക്ക് നിന്റെ പേരിൽ എഴുതി തരാന്ന്. വേണ്ടെന്ന്, ഞാൻ പഞ്ചായത്തിൽ നിന്ന് ലോൺ എടുത്ത് വീട് വെച്ചോളാം. എടാ എന്റെ പേരല്ല 3 കാറ് ഞാൻ നിനക്ക് എഴുതി തരാം. വേണ്ടെന്ന്, ഞാൻ റെന്റിനെടുത്ത് ഓടിച്ചോളാന്നേ. കോട്ടയത്തുള്ള 10 ഏക്കർ റബ്ബറും തോട്ടമുണ്ട്. അതും നിന്റെ പേരിൽ എഴുതി തരാം. വേണ്ട, ഞാൻ റബ്ബർ ബാൻഡ് മേടിച്ച് ഞാൻ വലിച്ചോളാം. പോ. എടാ ഇത്രയൊക്കെ തന്നിട്ട് നിനക്കെന്താ ഇവിടെ കെട്ടാത്തത്? എനിക്ക് കെട്ടാൻ താല്പര്യമില്ല. അതെന്താ? ആരേലും വിശക്കുന്നെന്ന് പറഞ്ഞ് വിഷം വാരി തിന്നുവോ? വേണോ? എന്ത് പറയണമെന്നറിയില്ല. ഒരുപാട് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഇതൊക്കെ ചുമ്മാ സിമ്പിൾ കേസാണ്. ചെറിയ ചെറിയ പിള്ളേർക്ക് തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കേസാണ്. അതൊരു സുഖമായില്ല. ഇത് പോരാ നമുക്ക് കേട്ടോ. കളിക്കാൻ കഴിവുള്ളവരാണല്ലോ നിങ്ങൾ, നല്ലവണ്ണം ചെയ്യുന്നവരുമാണ് നിങ്ങൾ. അപ്പം നല്ല ത്രെഡാണ് ആവശ്യം നമുക്ക്. നല്ല ത്രെഡും നല്ല കൗണ്ടറുകളും നല്ല തമാശ നിറച്ച ഒരു സ്കിറ്റാണ് നമുക്ക് ആവശ്യം. അത് ഇതിൻ്റെ അകത്ത് കിട്ടിയില്ല. അപ്പം അടുത്ത പ്രാവശ്യം നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നാകണം. നന്നായാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. റജി, വിഷ്ണു, പ്രജിത്തെ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, കളിച്ച് വന്നപ്പോൾ തന്നെ മനസ്സിലായല്ലോ. കാരണം ഇതിന് മുമ്പ് നിങ്ങൾ കളിക്കുമ്പോൾ ആർക്കെങ്കിലും ടെൻഷൻ കാര്യം, അത് ചിലപ്പോൾ റജി വിട്ടുപോകാം, അല്ലെ പ്രജിത്താകാം, അല്ലെ വിഷ്ണു ആകാം. ആ മറവിയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇന്ന് മറവിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു ഹ്യൂമർ എന്ന് പറയുന്നൊരു സാധനം ഒന്നുമില്ലായിരുന്നു. ചിരിക്കാനുള്ള ഒരു അംശം പോലും ഇല്ലായിരുന്നു. ഒരു കൗണ്ടർ പോലും ഇല്ലായിരുന്നുള്ള. അത് മുമ്പോട്ടുള്ള യാത്രയിൽ നസീർക്ക പറഞ്ഞ പോലെ വളരെ റിസ്ക്കാണ്. കാരണം നിങ്ങളിതിനു മുമ്പ് ഒരുപാട് ഇതൊക്കെ മാർക്കൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ സ്വയം മനസ്സിലാക്കുക, എന്തൊക്കെ പറയണം, എന്തൊക്കെ ഹ്യൂമർ വർക്കാവും, എന്തൊക്കെ ഹ്യൂമർ വർക്കാകില്ല, അത് സ്വയം കണ്ടെത്തുക കേട്ടോ. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഷാജൻ ചേട്ടാ. വിഷ്ണു, റജി, പ്രജിത്തെ, ഈ അടുത്ത വല്ലതും കളിപ്പാട്ടം എന്ന് പറഞ്ഞ സിനിമ കണ്ടായിരുന്നോ? കണ്ടു കാണും. ആ സിനിമ തന്നെയാണിത് നിങ്ങളിപ്പോൾ ചെയ്തത്. അപ്പോൾ പോരായിരുന്നു റജി. എനിക്കിങ്ങനെ പറയാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ നമ്മുടെ ഈ വേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നിങ്ങളും ചെയ്തിട്ടുണ്ട് കുറേ നല്ല സ്കിറ്റുകൾ, നല്ല പുതുമയുള്ള കുറേ സ്കിറ്റുകൾ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യാതെ ഇതുപോലുള്ള സ്കിറ്റുകളുമായിട്ട് വരുമെന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. സ്കിറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് നല്ല സ്കിറ്റില്ല കേട്ടോ, ഞങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സങ്കടമാണ് നിങ്ങളോട് എന്തെങ്കിലും പറയാനായിട്ട്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എന്തെങ്കിലും ചിരിപ്പിക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ടൈം വരുമ്പം നല്ല നല്ല പൊട്ടിച്ചിരികളായിട്ട് വരാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ഈ സ്കിറ്റിന്റെ മാസ് നസീർക്ക. ഞാനൊരു 1000 രൂപ. 1000 രൂപ. പ്രചോദേട്ടാ. ഞാനൊരു 1000 രൂപ. 2000 രൂപ. ബാക്കി എൻ്റെ വക. അവിടെ 5000 രൂപ. അടുത്ത പ്രാവശ്യം നല്ലൊരു സ്കിറ്റുമായിട്ട് വന്ന് കുറേ ചിരിപ്പിക്കും, കുറേ കാശ് വാങ്ങിക്കണം കേട്ടോ. കേട്ടോ ചേട്ടാ. ഓക്കെ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.